നമ്മളിപ്പോൾ മൂന്നാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിലത്തെ കാറിൽ വേദു ആമി ഉണ്ട്. ഞങ്ങൾ അങ്ങനെ 2 കാറിലാണ് പോകുന്നത്. 2 കാറിലായിട്ട് 11 പേരടങ്ങുന്ന ഒരു യാത്രയാണ് ഗൈസ്. 3 ദിവസത്തെ യാത്രയാണ് നമ്മൾ ട്രിപ്പ് ചെയ്തിരിക്കുന്നത്. പ്ലാൻ അല്ലേ, ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 8 മണിയായപ്പോൾ കൂത്താട്ടുകുളം ഹരിദ്വാർ ഹോട്ടലിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. നമ്മളിപ്പോൾ മൂന്നാറിലേക്കുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ഇവിടെ നടക്കുന്ന കാരണം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഡ്രൈവിംഗ് അനുഭവപ്പെടുന്നുണ്ട്. വേദു വരുന്നത് കണ്ടോ ഗൈസ്? വേദുവിനെ കണ്ടോ? വേദുവിന്റെ മുഖത്ത് മാത്രം വെളിച്ചം. പാറകളിൽ കുളിരുടുമ്പൻ ചോലകളിൽ കൂട്ടാറിൽ പോയി വരും കാറ്റ് പോരുന്നിവിടെ ചായുന്നിവിടെ വെടിവട്ടം പറയുന്നുണ്ടിവിടെ. അങ്ങനെ 4 മണിക്കൂറിലെ യാത്രയ്ക്ക് ശേഷം 11:30 ആയപ്പോൾ ഞങ്ങൾ ശിക്ഷക് സദനിലെത്തി. അവിടെയാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാനൊരു വീഡിയോ പിടിക്കട്ടെ. അമ്മ 3 പ്രാവശ്യം ഛർദിച്ച്. ആണോ? ഞങ്ങളങ്ങനെ റൂമിൽ കയറാൻ പോവാണ്. അവിടെ റൂം ക്ലീൻ ചെയ്തിട്ടിരിക്കുന്ന നമുക്ക് റൂം കിട്ടാൻ ഇച്ചിരി താമസമുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ കറങ്ങാൻ വന്നിരിക്കുകയാണ്. ഇതുണ്ടോ തേയിലത്തോട്ടം കണ്ടോ? ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇനി ഞങ്ങൾ ലോക്ക് ഹാർട്ട് ഗ്യാപ്പിലേക്ക് പോകാം. അതെന്തോ ഒരു വ്യൂ പോയിന്റ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം. കമോൺ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോക്ക് ഹാർട്ട് ഗ്യാപ്പിലാണ്. ഇവിടെ ഇങ്ങനെ കുറേ ദൂരം ഇങ്ങനെ മല കയറാറുണ്ട്. പക്ഷേ ഇന്ന് ഗുഡ് ഫ്രൈഡേ ആയതാണ്. ഫ്രീ ടിക്കറ്റാണ്, അല്ലെങ്കിൽ 400 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് ഈ അത്രയും ദൂരം പോകാനുണ്ട്. പക്ഷെ ഞങ്ങൾ പോകുന്നില്ല. ബിക്കോസ് അത്രയും ദൂരം മലയുടെ മേളിൽ വരും. ബിക്കോസ് അത്രയും ദൂരം നടക്കാൻ ഞങ്ങളെ കൊണ്ട് വയ്യ. ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു പോരും. മേലെ കയറാമെന്ന് യാതൊരുവിധ ഐഡിയ ഇല്ല ഗായ്സ്. എന്നാലും നമ്മള് പറ്റുന്നത്ര ദൂരം കയറാൻ ശ്രമിക്കും. ഇതാ വരുന്നു. ഞങ്ങൾ 4 പേര് മാത്രമേ കയറുന്നുള്ളൂ മേളിലേക്ക്. വേദു, ആമി, ആദു, അച്ഛനൊക്കെ അവിടെ താഴെ ഇരിക്കുകയാണ്. അഗിയൊക്കെ ആ വലിയ മല കയറാൻ പോയി. ഞങ്ങള് മാത്രം ഇവിടെ നിന്നു. ഞാനും വേദു, ആമിയും പിന്നെ അച്ഛനും നിക്കറിട്ട കൊച്ചുകുട്ടി. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേര് പോയില്ല. അവര് കുറച്ച് ദൂരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അവിടെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്കൊന്നും വയ്യ, എനിക്ക് പേടിയാ. അവിടെ പോയി നാണം കെട്ടി തിരിച്ചു വരുന്നുണ്ട്. നാണം കെട്ടി അത് ഇതുവരെ പോയുള്ളൂ. ഇരുന്ന് നിരങ്ങുന്നു. ചില പിച്ചക്കാരൊക്കെ ചെയ്ത പോലെ തിരക്കുന്നു. ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ പിടിക്കാം. വേനെടുക്കുന്ന പറയണം കേട്ടോ. പോണു. ആ ഉണ്ടോ നല്ല പാട്. വെള്ള കളർ വേണം. അങ്ങനെ അവർ എത്തി. ഞങ്ങൾ തിരിച്ചു പോവാണ്. ചക്രാമുടിയായിരുന്നു ഇത്. ലോക്ക് ഹാർട്ട് എന്നല്ലായിരുന്നു, ചക്രാമുടിയായിരുന്നു. നമ്മളിപ്പോ നിൽക്കുന്നത് തേയിലത്തോട്ടത്തിലാണ്. നോക്കൂ, കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വന്നതാണ്. ഈ തേയിലത്തോട്ടത്തിൽ എല്ലാവരും ഇറങ്ങി. നേരത്തെ കണ്ടതിൽ ഇത്തിരി പൊക്കമുള്ള ഇതിൽ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇറങ്ങാൻ മലച്ചരിവുകളിൽ കിളിയാറിൻ പടവുകളിൽ കുതിരക്കല്ലങ്ങാടി മുക്കിൽ ഉദയഗിരി തിരുമുടിയിൽ പൈനാവിൻ പെൺമണിയിൽ കര
തേയില നുള്ളാൻ പോകുന്ന പണിക്കാരാണ്. രാവിലെ പണിക്കിറങ്ങിയതാണ്. ഒരു ബഹ ചെയ്യത്തില്ല. പോണ നോക്ക് അത് വരുന്ന കാണാമകളെ കേൾക്കാമകളെ കനകപ്പൂങ്കുളുന്തൊത്ത പെണ്ണ്. ഞങ്ങൾ ഇവിടെ നിന്നൊരു ഡാൻസ് പിടിച്ചു. ഞങ്ങൾ നാലുപേരും കൂടെ. ഇത് കഴിഞ്ഞാൽ ആമിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ആമി ഒക്കെ ഞങ്ങൾ കഴിക്കാൻ പോകും. നോക്കൂ, ആമി വിശന്ന് ഓടുന്നു. അങ്ങനെ 3 മണിയായപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കിട്ടി. ഇത് ഞങ്ങളുടെയും അമ്മയുടെയും അച്ഛന്റെയും റൂം. നമ്മൾ ഹൈഡ്രൽ പോവാണ്. ഹൈഡൽ പാർക്കിലാണ്. ഹൈഡൽ പാർക്ക്. സമയം ഒരു 5 മണിയായിട്ടുണ്ടാവും. നല്ല തണുപ്പ്. 21 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത്ര തണുപ്പില്ല, നല്ലൊരു സഹിക്കാൻ പറ്റുന്നത്. നല്ല രസമുണ്ട് ഇവിടെ. നല്ല തണുപ്പുണ്ട്. പിന്നെ ഇങ്ങനെ നടക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമുണ്ട്. ഒരു ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു ഗുഡ് പ്ലേസ് ആണിത്. കണ്ടോ, ഇവരൊക്കെ ഇങ്ങനെ തണുത്ത് വിറച്ച് നടന്നു വരുന്നുണ്ട്. അഗിയുടെ ശത്രുവായ ഒട്ടകത്തിന്റെ അടുത്തേക്കാണ് നമ്മൾ പോണത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അഗി ഒട്ടകത്തിന് വേണത്? അഗി ആമിയും കൂടെ. അപ്പോൾ നമ്മൾ ഒട്ടകത്തിന്റെ അവിടെ കണ്ടോ, അഗിയുടെ നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. കണ്ടോ, അഗി പേടിച്ചിട്ടാണ് നടന്നു വരുന്നത്. കണ്ടോ അല്ലേ വേദു? അഗിക്ക് പേടിയല്ലേ? ചോക്ലേറ്റ്. ഒരു പെൻഗിൻ നോക്കുന്നു. നോക്കൂ, ചോക്ലേറ്റ് വാങ്ങിയാമി. ക്യാപ്റ്റൻ അമേരിക്ക. എവിടെ ക്യാപ്റ്റൻ അമേരിക്ക? ഇതാണോ ക്യാപ്റ്റൻ അമേരിക്ക? ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല, അതിന് മുമ്പേ കഴിക്കാൻ തുടങ്ങി. അത് ഞങ്ങൾക്കൊന്നും തരാതെ ഒറ്റയ്ക്ക്. സോഫ്റ്റ് ക്യാൻഡി. നോക്കിയാ പൈനാപ്പിളോ? വാട്ടർമെലൺ. ഓരോ ഫ്ലേവറാണ്. മമ്മി ഏതാ? ഞാനും. ഏതാ? മാംഗോ. This is soft candy. ടേസ്റ്റ് ചെയ്തിട്ട് പറയാട്ടോ. എന്താ സോഫ്റ്റ് ആണ്? എന്തിന്റെ ടേസ്റ്റ് ആണ്? കോണിന്റെ ടേസ്റ്റ്. ഓയാ, ആ മരത്തിൽ ഫുൾ പക്ഷികൾ ഇരിക്കുന്നുണ്ടോ? ഇവിടെ വന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ആന. അത് സാരമില്ല, അടി കൂടെ പോവല്ലേ. ആമി
മിൽമയുടെ കടയിൽ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വന്നിരിക്കുക. ഈ തണുപ്പത്തെ എത്ര തണുപ്പാണെങ്കിലും ഐസ്ക്രീം മുഖ്യമാണ് ഗൈസ്. എനിക്കും അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. പിന്നെ മഴ പെയ്തു. ഇപ്പോൾ ഞങ്ങൾ റൂമിൽ പോകാൻ പോവാണ്. ഇവിടെ 7 മണി വരെ ഉള്ളു. ഇപ്പൊ 6:30 അപ്പോൾ ഇനി ഡിന്നർ കഴിക്കണം, ഉറങ്ങണം. ഈ വീഡിയോ എത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. ചേട്ടന് എല്ലാ ദിവസവും നേരത്തെ കുടിക്കും. നമ്മൾക്ക് പതുക്കെ ഏത് കഴിച്ചു കഴിഞ്ഞു.